2025 സെപ്റ്റംബർ മാസത്തിൽ രാജസ്ഥാനിലെ അജ്മീറിൽ ഒരു കുട്ടി മരണപ്പെട്ടിരുന്നു. ഏറ്റവും ആദ്യം അതൊരു സ്വാഭാവിക മരണം അല്ലെങ്കിൽ ഏറ്റവും ആദ്യം മിസ്സിംഗ് കേസായിരുന്നു. പിന്നീട് ഇതൊരു സ്വാഭാവിക മരണമാണെന്നാണ് പോലീസ് വിലയിരുത്തിയിരുന്നത്. പക്ഷേ ഒടുവിൽ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു ഇതൊരു സ്വാഭാവിക മരണമല്ല, അതൊരു കൊലപാതകമാണ്. വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവുകളും കൂടി തന്നെ പോലീസ് പ്രതിയെ പിടികൂടുകയും ചെയ്തു. ആ പ്രതി മറ്റാരുമായിരുന്നില്ല, ആ കുട്ടിയുടെ അമ്മ തന്നെയായിരുന്നു. എന്തിനാണ് ആ സ്ത്രീ സ്വന്തം കുട്ടി ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത്? ആ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കേസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഈ ഒരു കേസ് അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. 2025 സെപ്റ്റംബർ 16 രാത്രി 9:30 മണി സമയം രാജസ്ഥാനിലെ അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാർ അവരുടെ ഷോപ്പുകളെല്ലാം തന്നെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലികളെല്ലാം തീർത്ത് ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയിലാണ്. അതായത് ആ ഒരു സ്ട്രീറ്റ് മൊത്തം ഉറക്കത്തിലേക്ക് പോവുകയാണ്. രാത്രി ഏതാണ്ട് 9 മണി കഴിയുമ്പോൾ തന്നെ എല്ലാ ആൾക്കാരും ആ റോഡിൽ നിന്ന് അവരുടെ വീട്ടിലേക്കൊക്കെ പോയി തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ അജ്മീറിൽ താമസിക്കുന്ന ഒരു യുവതിയുണ്ട്. അഞ്ജലി എന്നാണ് അവരുടെ പേര്. അവൾക്ക് 28 വയസ്സാണ് പ്രായം. ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് അഞ്ജലി താമസിക്കുന്നത്. അഞ്ജലിക്ക് മകളുണ്ട്, ഭർത്താവുണ്ട്. മകളുടെ പേര് കാവ്യ എന്നാണ്. കാവ്യയ്ക്ക് 3 വയസ്സാണ് പ്രായം. അപ്പോൾ 9:30 മണി കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ജലി ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയേക്കാം, കാരണം ഭർത്താവ് പുറത്തോട്ട് പോയിട്ട് വന്നിട്ടില്ല, ഇന്ന് രാത്രി വരില്ല എന്ന് തന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വാക്കിന് പോയിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും തിരികെ വീട്ടിലേക്ക് വരാം, മകളെയും കൂട്ടാമെന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ മാറിയിട്ട് ഒരു പാർക്കിൻ്റെ ഏരിയ ഉണ്ട്. അവിടെ അത്യാവശ്യം നൈറ്റ് ലൈഫൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ രാത്രി സമയത്ത് അവിടേക്ക് വരികയും ഒരുപാട് കടകളുണ്ട്, കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോകാം. മകളോട് പറയുകയാണ്, നമുക്ക് എന്തായാലും ആ പാർക്കിലേക്കൊന്ന് പോകാം. അപ്പോൾ കാവ്യ എന്ന് പറയുന്ന 3 വയസ്സുകാരിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം കിട്ടും, ചോക്ലേറ്റ് ഒക്കെ കിട്ടുമല്ലോ. അമ്മയായിട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അവർ അങ്ങോട്ട് ഓട്ടോറിക്ഷയിലാണ് പോയത്. അപ്പോൾ ഒരു 10 മണിക്ക് മുന്നേ തന്നെ ആ ഒരു ഏരിയയിലേക്ക് അവർ എത്തുകയും ചെയ്തു. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ആ ഏരിയയിൽ അത്യാവശ്യം ആൾത്തിരക്കെല്ലാം ഉണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 10:30 കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ജലി കാവ്യയോട് പറയുകയാണ്, നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകാം. അപ്പം മകൾക്ക് തിരികെ വീട്ടിലേക്ക് പോകാനായിട്ട് അത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ വന്നവൾ കളിയൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അഞ്ജലി കാവ്യയോട് പറയുകയാണ്, ഞാൻ നിനക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും ആ കാവ്യയ്ക്ക് സന്തോഷമായി. നമുക്ക് 3 വയസ്സല്ലേ ഉള്ളൂ. ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ അഞ്ജലി കാവ്യയുടെ ഒരു കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അവർ തിരികെ വീട്ടിലേക്ക് നടന്നാണ് പോയത്. അപ്പോൾ തിരികെ പോകുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ മകളെ ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നു. അഞ്ജലി മറ്റേ കൈ ഉപയോഗിച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മകളാണെന്നുണ്ടെങ്കിൽ മറ്റേ കൈ കൊണ്ട് ചോക്ലേറ്റ് ഇങ്ങനെ കഴിക്കുന്നുമുണ്ട്. ഇവർ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഒരു സിറ്റി ഹോസ്പിറ്റലിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. ഈ സിറ്റി ഹോസ്പിറ്റലിലേക്ക് മുന്നിലേക്ക് എത്തിയ സമയത്ത് അതിന് മുന്നേ തന്നെ ഈ റീൽസ് കണ്ടു നിൽക്കുന്ന ആ ഒരു ധൃതിയിൽ അല്ലെങ്കിൽ അതിൽ മുഴുകിയിരുന്നു കൊണ്ട് അഞ്ജലി മകളുടെ കാര്യമൊക്കെ അങ്ങ് വിട്ടുപോയി. സിറ്റി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും തൻ്റെ കയ്യിൽ മകളില്ല. മകളെ മറന്നുപോയി. മകൾ ഇവിടെ പോയിന്ന് അഞ്ജലിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. അപ്പോൾ മകളെ കാണാനില്ലല്ലോ. പെട്ടെന്ന് ടെൻഷനായി. ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയാണ്, മകളില്ല. നേരെ റിട്ടേൺ നടക്കുകയാണ്. കാവ്യനെ കാണുന്നില്ല. കാവ്യനെ പേര് വിളിച്ച് അഞ്ജലി നടക്കുകയാണ്. അങ്ങനെ കുറേ സമയത്ത് ആ പാർക്ക് വരെ തിരികെ നടക്കാനായിട്ട് അവൾ തീരുമാനിച്ചു. കാരണം മോളെ കിട്ടണമല്ലോ. അങ്ങനെ ഡ്രൈനേജിൻ്റെ ഭാഗത്തൊക്കെ അന്വേഷിക്കുകയാണ്, കടകൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. സ്ട്രീറ്റിലാണെങ്കിൽ ഒരുപാട് ആൾക്കാരും ഇല്ല. അപ്പോൾ മകൾക്ക് എന്താണ് സംഭവിച്ചെന്നൊരു ടെൻഷൻ കൂടെ ഈ അഞ്ജലിക്ക് ഉണ്ട്. അങ്ങനെ പാർക്കിൻ്റെ ഏരിയ വരെ തിരികെ പോവുകയാണ്. അവിടെ എങ്ങും മകളില്ല. പാർക്കിൻ്റെ എല്ലാ ഭാഗത്തും അന്വേഷിച്ചു. അതിനിടയിൽ ഈ അഞ്ജലിയുടെ ഭർത്താവിൻ്റെ പേര് യാദവ് എന്നാണ്. യാദവ് അഞ്ജലിയെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. പക്ഷേ അഞ്ജലി എടുത്തില്ല, ടെൻഷൻ കാരണം. ഏറ്റവും ആദ്യം പാർക്കിലിരുന്ന സമയത്ത് വിളിച്ചു, അപ്പോൾ എടുത്തില്ല. വീട്ടിലേക്ക് പോവുകയാണല്ലോ. അതുമാത്രമല്ല, ഈ മകളെ കാണാത്തതിന് ശേഷവും വിളിക്കുന്നുണ്ട്, അപ്പോൾ എടുക്കുന്നില്ല. അഞ്ജലി അങ്ങനെ ഒറ്റയ്ക്ക് ആ മകൾക്ക് വേണ്ടി ഒരുപാട് തിരച്ചിൽ നടത്തി. പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല. അങ്ങനെ ഏതാണ്ട് രാത്രി 2 മണി സമയം വരെ അഞ്ജലി ഓരോ സ്ഥലങ്ങളിലും മകളെക്കുറിച്ച് അന്വേഷിച്ചു. ഒടുവിൽ യാദവിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. യാദവ് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണെന്നാണ്, പോകും എന്ന് അഞ്ജലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അഞ്ജലിക്ക് അറിയാമല്ലോ, ആ സുഹൃത്തിൻ്റെ വീട് ഒരുപാട് ദൂരെയൊന്നുമല്ല, ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ട് ഇന്ന് രാത്രി വരില്ല എന്ന് യാദവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാദവിനെ വിളിച്ചു. 1-2 വിളിച്ചിട്ടാണ് യാദവ് എടുത്തത്. മകളെ കാണാനില്ല എന്ന് പറയുകയാണ്. യാദവ് വളരെ പെട്ടെന്ന് തന്നെ ആ പാർക്കിൻ്റെ ഏരിയയിലേക്ക് വരികയാണ്. അങ്ങനെ തന്നെ വെളുപ്പിനെ 4 മണി വരെ 2 പേരും കൂടെ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് തിരച്ചിൽ നടത്തി. പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല. ഈ വഴിയിൽ കൂടെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്.
കുറച്ച് ആൾക്കാരെ ആ സമയത്ത് വഴിയിലൊക്കെ കാണത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, സ്ട്രീറ്റ് ഓൾമോസ്റ്റ് ഉറങ്ങിയിട്ടുണ്ട്. ആ പാർക്ക് ഏരിയയിൽ മാത്രമാണ് കുറച്ച് ആൾക്കാർ ഉള്ളത്. ഈ 4 മണി സമയമായപ്പോഴത്തേക്കും രാജ്കുമാർ എന്ന് പറയുന്നൊരു വ്യക്തി, അയാൾ ഈ അജ്മീറിലെ ഒരു പോലീസുകാരനാണ്, ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആണ്. അയാൾ പോലീസ് യൂണിഫോമിലല്ല, അയാളുടെ കൂട്ടുകാരുടെ കൂടെ ഒരു യാത്ര പോയിട്ട് തിരികെ വരികയാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരികെ നടന്ന് അയാൾ വീട്ടിലേക്ക് പോവുകയാണ്. അയാളെ കണ്ട മാത്രയിൽ തന്നെ ഇവർ രണ്ടുപേരും കൂടെ അയാളുടെ അടുത്തേക്ക് പോയിട്ട് ഒരു കുഞ്ഞിനെ കണ്ടോ, 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അയാൾ പോലീസുകാരനാണല്ലോ, അപ്പോൾ അയാൾ എന്താ ഇവരുടെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം അയാൾ അറിയുകയാണ്. അയാൾക്ക് മനസ്സിലായി കുഞ്ഞിനെ കാണാതെ പോയിട്ടുണ്ട്, സംഭവം കുറച്ച് സീരിയസ് ആണ്. അയാൾ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ വിളിച്ച് ഈ കാര്യം പറയുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഈ കാര്യം അറിയിച്ചിട്ടുമില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് വരികയാണ്. അപ്പോൾ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കണ്ടുപിടിക്കണം, അതാണല്ലോ പ്രധാനം എന്ന് പറയുന്നത്. അങ്ങനെ പോലീസുകാർ ഉൾപ്പെടെ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തി. പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല. രാവിലെ 7 മണി വരെ അങ്ങനെ തിരച്ചിൽ നടത്തുകയും ചെയ്തു. ഒടുവിൽ 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കും യാദവും അഞ്ജലിയും കൂടെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. കുഞ്ഞിനെ കാണാനില്ലെന്ന് കാണിച്ചുകൊണ്ട് ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്തു. ഈ മിസ്സിംഗ് കംപ്ലയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ എല്ലാം തന്നെ നടത്തുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ ഫോട്ടോ, ഡീറ്റെയിൽസ്, വസ്ത്രം എല്ലാം തന്നെ ഈ അഞ്ജലി പോലീസിന് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ഈ കുഞ്ഞിന് എന്താണ് സംഭവിച്ചിരിക്കുക? ആരെങ്കിലും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതാണോ? ഇനി കുഞ്ഞെവിടെയെങ്കിലും വീണു പോയതാണോ? കുഞ്ഞിന് എന്തെങ്കിലും അപകടം സംഭവിച്ചോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും അറിയാനായിട്ടുണ്ട്. പോലീസിനോട് അഞ്ജലി കാര്യം പറഞ്ഞു. ഞങ്ങൾ 4 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ അജ്മീറിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുന്നേ ഉത്തർപ്രദേശിലായിരുന്നു. അപ്പോൾ ഈ 4 മാസം മാത്രം താമസമായ ആൾക്കാർ, അപ്പോൾ ഒരുപാട് പരിചയക്കാരൊന്നും കാണത്തില്ല. ഇവർക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല, ആരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ആരോടുമായിട്ടില്ല. കുഞ്ഞിനാരും തട്ടിക്കൊണ്ടു പോകില്ല എന്നൊക്കെ ഇവർ പോലീസിനോട് പറയുക. അപ്പോൾ എന്തായാലും പോലീസിന് ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തേ മതിയാകുകയുള്ളൂ. അപ്പോൾ ഇവർ വാടക താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയാണ്. ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയുകയാണ്. ആ വീട്ടിലെന്തായാലും കുഞ്ഞില്ല, അതൊക്കെ പോലീസ് അന്വേഷിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഓണർ, അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു. ഇവർ ഭാര്യയും ഭർത്താവും കൂടെ എപ്പോഴും വഴക്കാണ്. 4 മാസം മാത്രമായാലും ഇവിടെ വാടക താമസിക്കാൻ തുടങ്ങിയിട്ട്. അതിനിടയിൽ തന്നെ 3-4 തവണ ഇവർക്കെതിരായിട്ട് കംപ്ലയിൻറ്റ് വന്നു. രാത്രിയൊക്കെ ആണെങ്കിൽ ഇവർക്കിടയിൽ വലിയ വഴക്കുണ്ടാവും. അപ്പോൾ അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കംപ്ലയിൻറ്റ് വന്ന് പറയുകയും, അപ്പോൾ ഇയാളവരെ മാറ്റി താമസിപ്പിച്ചില്ല. കാരണം ഭാര്യയും ഭർത്താവ് ആകുമ്പോഴത്തേക്കും ചില വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ സ്ഥിരമായിട്ട് ഓണറിൻ്റെയൊക്കെ പറഞ്ഞിരുന്നത്, ഞങ്ങൾ ദൂരത്തുനിന്ന് വന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് വീട് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് പ്രയാസമാണ്, അതുകൊണ്ട് ദയവ് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടരുത് എന്നൊക്കെയാണ്. അങ്ങനെ പതിയെ പിന്നീട് ആ വഴക്ക് കുറേയൊക്കെ ഇല്ലാണ്ട് ആവുകയും ചെയ്തു. അപ്പോൾ ഇരുവർക്കും ഇടയിലുള്ള വഴക്കിനെ പറ്റി പോലീസ് അറിയുകയാണ്. പക്ഷേ ഇത് രണ്ടുപേർക്കും ഇടയിൽ വഴക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആ കുഞ്ഞിനെ കാണാതായതിനകത്ത് ഈ അച്ഛനോ അമ്മയ്ക്കോ പങ്കുണ്ടെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് സെപ്റ്റംബർ 17-ാം തീയതി രാവിലെ 11 മണിയായപ്പോഴത്തേക്കും ഈ പാർക്കിൻ്റെ ഏരിയ ഉണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ ആ പാർക്കിൻ്റെ ഏരിയയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു കനാലുണ്ട്. ആ കനാലിൻ്റെ വെള്ളത്തിൽ പ്ലാസ്റ്റിക് കവറോട് കൂടിയിട്ട് ഒരു കുഞ്ഞിൻ്റെ ശരീരം കണ്ടെത്തി എന്നൊരു വാർത്ത വരികയാണ്. അതായത് പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ മുഖത്ത് മൂടിക്കിടപ്പുണ്ട്, പക്ഷേ കാലിൻ്റെ ഭാഗം ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കാണാനായിട്ട് സാധിക്കുന്നുമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തി. ആ പ്ലാസ്റ്റിക് കവർ മാറ്റിയിട്ട് ആ കുഞ്ഞിനെ പരിശോധിക്കുകയാണ്. മരിച്ചു കിടക്കുന്നൊരു കുഞ്ഞാണ്. അപ്പോൾ പോലീസ് സ്വാഭാവികമായിട്ട് സംശയം തോന്നുക ഈ മിസ്സിംഗ് ആയ കുട്ടിയാണോ എന്നുള്ളതാണ്. അങ്ങനെ കാവ്യയാണെന്ന സംശയത്തിൽ കാവ്യയുടെ മാതാപിതാക്കളെ, യാദവിനെ ആയിക്കോട്ടെ അഞ്ജലി ആയിക്കോട്ടെ, പോലീസ് ഈ കാര്യം അറിയിക്കുകയാണ്. രണ്ടുപേരും സംഭവ സ്ഥലത്തേക്ക് എത്തി ആ കുഞ്ഞിൻ്റെ മൃതശരീരം പരിശോധിക്കുകയാണ്. ഞെട്ടലോടെ, സങ്കടത്തോടെ, കരച്ചിലോടെ അവർ പറയുകയാണ്, ഇവിടെ മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ മകൾ കാവ്യ തന്നെയാണ്. അപ്പോൾ അഞ്ജലി അവിടെ വാവിട്ട് കരയുന്നുണ്ട്. യാദവും ആപ്പാട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് ആരും തന്നെ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏറ്റവും ആദ്യം ഇതൊരു മിസ്സിംഗ് കംപ്ലയിൻ്റ് ആയിരുന്നു. പിന്നീട് ഇതിപ്പോൾ ഒരു മരണത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഞ്ജലി എടുത്ത് പോലീസ് ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. കുഞ്ഞിനിത് എന്താണ് സംഭവിച്ചെന്ന് അറിയണ്ടേ? കാരണം അഞ്ജലി പറയുന്ന മൊഴി അനുസരിച്ച് ആ ഒരു ഹോസ്പിറ്റൽ ഏരിയ വരെ നടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല അതിന് മുന്നേ കുഞ്ഞിൻ്റെ കൈ എവിടെ വെച്ചാണ് വിട്ടുപോകുന്ന അഞ്ജലിക്ക് അറിയത്തില്ല. പക്ഷേ പാർക്കിൽ നിന്ന് എന്തായാലും കുഞ്ഞുമായിട്ട് മുന്നോട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് എങ്ങനെയാണ് ഈ പാർക്കിൻ്റെ അടുത്തുള്ള, പാർക്കിൽ നിന്നും ബാക്കിലുള്ള ഈ കനാലിലേക്ക് കുഞ്ഞ് എങ്ങനെ വന്നു, കുഞ്ഞിൻ്റെ മൃതശരീരം എങ്ങനെ വന്നു, അത് തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കാനായിട്ട് പോലീസ് തീരുമാനിക്കുകയാണ്. ഈ പോലീസിന് മുന്നിൽ വെച്ച് അഞ്ജലി വല്ലാണ്ട് ഷൗട്ട് ചെയ്തു, പോലീസ് ഞങ്ങളെ സഹായിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഒരു കേസും ഇല്ല, നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു അന്വേഷണം വഴിതെറ്റിക്കരുത്, എൻ്റെ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസിനോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അത്രയും സമയവും പോലീസ് നന്നായിട്ട് തന്നെ ഇവരുടെ കൂടെ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അഞ്ജലി എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടെന്ന് പോലീസിനും മനസ്സിലായില്ല. അപ്പോൾ അഞ്ജലിയുടെ പെരുമാറ്റത്തിൽ പോലീസിന് ആകെ മൊത്തം ഒരു ഡൗട്ട് തോന്നുകയാണ്.
അങ്ങനെ കുഞ്ഞിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഈ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് പോലീസ് കളക്ട് ചെയ്യുകയാണ്. പിതാവായിട്ടുള്ള യാദവിൻ്റെ അടുത്ത് പോലീസ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുമുണ്ട്. പോലീസ് അന്വേഷണത്തിൽ ഒരു കാര്യം മനസ്സിലായി, ഈ യാദവ് എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അത് കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛനല്ല, ബയോളജിക്കൽ ഫാദർ അല്ല. ബയോളജിക്കൽ ഫാദറിൻ്റെ പേര് രാജു എന്നാണ്. അയാളൊരു ഉത്തർപ്രദേശുകാരനാണ്. ഇത് രണ്ടാം അച്ഛനാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇതുവരെയും പോലീസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പോലീസിനോട് ഇവർ പറഞ്ഞിട്ടുമില്ല, അഞ്ജലിയും പറഞ്ഞിട്ടില്ല. അതൊരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് രണ്ടാം അച്ഛനാണെന്നൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പോലീസ് എന്തായാലും ഈ രാജു എന്ന് പറയുന്ന ആദ്യത്തെ അച്ഛനെ കോൺടാക്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അയാളുടെ നമ്പരൊക്കെ എടുത്തു. ആ നമ്പർ എടുത്തിട്ട് വീഡിയോ കോൾ ചെയ്ത് ഈ കുഞ്ഞിൻ്റെ മൃതശരീരം കാണിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഈ കുഞ്ഞ് മരിച്ചു എന്ന് വാർത്ത കേട്ടപ്പോൾ തന്നെ ഒരുപാട് സങ്കടമായി. വീഡിയോ കോളിലൂടെ ആ കുഞ്ഞിൻ്റെ മൃതശരീരം അയാൾ തിരിച്ചറിയുകയും ചെയ്തു. അയാൾ വിങ്ങി പൊട്ടിപ്പോവുകയാണ്. മരിച്ചു കിടക്കുന്നത് തൻ്റെ കുഞ്ഞു തന്നെയാണെന്നും രാജു പോലീസിനോട് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ രാജുവിൻ്റെ അടുത്ത് നിന്ന് ഡീറ്റെയിൽസ് എടുക്കുകയാണ്. അപ്പോൾ അയാൾ താമസിക്കുന്ന ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്ഥലം, ഇവരിപ്പോൾ താമസിക്കുന്ന അല്ലെങ്കിൽ ഈ കുഞ്ഞിപ്പോൾ താമസിച്ചിരുന്ന ആ ഒരു അജ്മീറിൽ നിന്ന് ഏതാണ്ട് 1000 കിലോമീറ്റർ ദൂരമുണ്ട്. അയാൾ പറഞ്ഞൊരു സ്റ്റോറി ഇപ്രകാരമാണ്. ഏതാണ്ട് 4 വർഷം മുന്നേ 2021 ഈ രാജു ആദ്യമായിട്ട് അഞ്ജലിയെ കാണുന്നത്. ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് കാണുന്നത്. പിന്നീട് സൗഹൃദമായി. പിന്നീട് ആ സൗഹൃദം വളർന്നൊരു പ്രണയത്തിലേക്ക് മാറുകയും രണ്ടുപേരും വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹം കഴിച്ചിട്ട് രണ്ടുപേരും കൂടെ ഒരു വാടക വീടെടുത്ത് അവിടെ താമസിക്കുകയായിരുന്നു. അപ്പോൾ വാടക വീടെടുത്ത് താമസിച്ച സമയത്ത് ഏറ്റവും ആദ്യം ഭാര്യയും ഭർത്താവും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാജു ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അഞ്ജലിക്ക് പ്രത്യേകിച്ച് ജോലി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് 2022 ഇവർക്കൊരു കുഞ്ഞ് ജനിക്കുകയാണ്, കാവ്യ എന്ന് പറയുന്ന ആ കുഞ്ഞ്. അപ്പോൾ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ജോലിക്ക് പോകുമ്പോഴത്തേക്കും അമ്മയും മകളും മാത്രമായിരിക്കും വീട്ടിൽ ഉണ്ടാവുക. ആദ്യം കുറച്ച് നാൾ രണ്ട് കൂട്ടരെയും മാതാപിതാക്കളൊക്കെ സഹായിക്കാനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞ് വലുതായപ്പോഴത്തേക്കും ആ സഹായം ഒന്നും തന്നെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അഞ്ജലി എപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ അഞ്ജലി ബാങ്കിൽ പോകാനായിട്ടൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് രാജുവിനെ വിളിച്ച് പറയുകയാണ്. ബാങ്കിൽ പോയിട്ട് വരാമെന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ കുഞ്ഞുമായിട്ട് തന്നെ ബാങ്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ രാജു എല്ലാ ദിവസവും വൈകിട്ട് ഒരു 5 മണിയാകുമ്പോഴത്തേക്കും തിരികെ വീട്ടിലേക്ക് വരും. ചില സമയത്ത് 4 മണിക്കൊക്കെ തിരികെ വീട്ടിലേക്ക് അയാൾ വരികയും ചെയ്യും, ജോലിയെല്ലാം പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അന്ന് ഈ ഒരു ദിവസം വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും വീട്ടിൽ ആരും തന്നെ ഇല്ല. അഞ്ജലി ഇല്ല, കുഞ്ഞില്ല. എവിടെ പോയി അറിയില്ല. ബാങ്കിൽ പോകുന്നതല്ല പറഞ്ഞിരുന്നത്. ബാങ്കിൽ നിന്ന് വരേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. കാരണം ബാങ്കിലൊക്കെ ഒരു 3-4 മണിയാകുമ്പോഴത്തേക്കും ബാങ്കിലെ പരിപാടീസ് എല്ലാം തന്നെ തീരും. അപ്പോൾ ഇവരെന്താണ് വീട്ടിലേക്ക് വരാത്തത്? അഞ്ജലിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആ ഫോണാണെന്നുണ്ടെങ്കിൽ അഞ്ജലി എടുക്കുന്നില്ല. ഒരുപാട് തവണ വിളിച്ചു നോക്കി, റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ബാങ്കിൽ പോയി നോക്കിയാണ്, അവിടെ അഞ്ജലിയൊന്നും കാണാനില്ല. അഞ്ജലിയുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് അടുത്തുള്ള എല്ലാവരും വിളിച്ച് അന്വേഷിക്കുകയാണ്. ഇവിടെ അഞ്ജലി വന്നിട്ടില്ല. അന്ന് രാത്രി 8 മണി കഴിഞ്ഞാണ് അഞ്ജലി തിരികെ വീട്ടിലേക്ക് വന്നത്. അഞ്ജലിയുടെ ചോദിച്ചു, നീ എവിടെ പോയതാണ്? ദേഷ്യപ്പെട്ടാണ് ചോദിക്കുന്നത്. അറ്റ്ലീസ്റ്റ് വിളിച്ചാൽ ഫോൺ എടുത്തുകൂടാന്ന് ചോദിക്കുകയാണ്. അഞ്ജലി പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു, ആ സുഹൃത്തുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാജു പറഞ്ഞു, നിനക്ക് ഫോൺ എടുക്കാമല്ലോ, ഞാൻ വിളിച്ച ഫോൺ എടുക്കാമല്ലോ, എന്തിനാണ് ഇങ്ങനെ ഫോൺ എടുക്കാതിരിക്കുന്നത്? അപ്പോൾ എനിക്ക് അത്രയും ബുദ്ധിമുട്ടല്ലാവുക, കാരണം കുഞ്ഞുമായിട്ടല്ല പുറത്തേക്ക് പോയത്. അഞ്ജലി അതിന് വലിയ ഡീറ്റെയിൽ ആയിട്ട് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. സുഹൃത്തിനെ കണ്ടു, സംസാരിച്ചിരുന്നു, അതുകൊണ്ട് മാത്രം ഫോൺ എടുക്കാൻ വേണ്ടി പറ്റില്ല, കോൾ കണ്ടില്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അഞ്ജലി ഭർത്താവിനോട് പറഞ്ഞത്. പിറ്റേ ദിവസമായി. അതിൻ്റെ പേരിൽ ഇവർക്ക് വേണ്ടി ഒരുപാട് വഴക്കൊക്കെ ഉണ്ടായി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും രാജുവിനോട് കുറച്ച് ആൾക്കാർ 1-2 കാര്യങ്ങൾ പറഞ്ഞു. രാജു ജോലിക്ക് പോകുന്ന സമയത്ത് അഞ്ജലി സ്ഥിരമായിട്ട് പുറത്തേക്ക് പോകാറുണ്ട്, ഒട്ടുമിക്ക ദിവസവും പുറത്തേക്ക് പോകാറുണ്ട്. അഞ്ജലിയുടെ കൂടെ പലപ്പോഴായിട്ടൊരു യുവാവിനെ കണ്ടിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും രാജുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. രാജു തിരികെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അഞ്ജലി കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ രാജുവിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. രാജു വീട്ടിലെത്തി അഞ്ജലിയോട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. രണ്ടുപേരും ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അഞ്ജലി പറയുകയാണ്, മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എന്നോട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കരുത്, ഞാൻ എവിടെയും പോകാറില്ല, ആരെയും കാണാറില്ല, എനിക്ക് അങ്ങനെ കാണേണ്ട ഒരു ആവശ്യമില്ല, ദയവ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കരുത്, ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്നൊക്കെ അഞ്ജലി പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വഴക്കുണ്ടെങ്കിൽ തന്നെയും തെളിവുകളൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് കോംപ്രമൈസ് ആയി പോകാറാണ് പതിവ്. അങ്ങനെ അവർ കോംപ്രമൈസിലേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം അഞ്ജലി രാജുവിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, കുഞ്ഞുമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ട് എനിക്കുണ്ടെന്ന് പറയുകയാണ്. രാജു എന്ത് ചെയ്തു? അതിനുശേഷം കുഞ്ഞുള്ളതുകൊണ്ട് ഒരു ജോലിക്ക് പോകാനായിട്ട് അഞ്ജലിക്ക് പറ്റുന്നുമില്ല. അപ്പോൾ രാജു ഇതൊരു കാര്യമുണ്ട്, രാജു അഞ്ജലിയായിട്ടും കുഞ്ഞുമായിട്ടൊക്കെ ഒരുപാട് അറ്റാച്ച്ഡ് ആവാൻ തുടങ്ങി, കുറച്ച് കൂടുതൽ സമയം അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷേ അഞ്ജലി എപ്പോഴും രാജുവിൻ്റെ അടുത്ത് വലിയൊരു ഗ്യാപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പ് രാജു അടുപ്പം കാണിച്ചിട്ട് മാറുന്നില്ല, അത് കൂടുന്നേ ഉള്ളൂ. ആ ഗ്യാപ്പ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അധികം സംസാരിക്കാറില്ല, മിണ്ടാറില്ല, ചിരിക്കാറില്ല, ഏത് സമയം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും, ആർക്കെങ്കിലും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. ഈ രാജു എന്ന് പറയുന്ന ആ വ്യക്തിക്കുണ്ടല്ലോ, കുഞ്ഞെന്ന് പറഞ്ഞാൽ അത്രയും ജീവനാണ്, കുഞ്ഞിൻ്റെ അടുത്ത് അത്രയും അറ്റാച്ച്ഡ് ആണ്.
കുഞ്ഞിനോട് എപ്പോഴും തമാശ പറയുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് രാജുവിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ അഞ്ജലി കൂടുതൽ സമയം മൊബൈൽ ഫോണിലേക്ക് മാറി ആ ഒരു സമയം ചെലവഴിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഒരു ദിവസം ഇവർ താമസിക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ, ഞാൻ പറഞ്ഞ വാടക വീടാണ്, അതിൻ്റെ താഴത്താണ് ഹൗസ് ഓണർ താമസിക്കുന്നത്. അപ്പോൾ ഈ ഹൗസ് ഓണറിന് മകനുണ്ട്. അപ്പോൾ ആ മകനുമായിട്ട് അഞ്ജലി കൂടുതലായിട്ട് അടുപ്പത്തിലാണ് എന്നുള്ളത് രാജുവിന് മനസ്സിലാകുകയാണ്. കാരണം പലതവണ രണ്ടുപേരും കൂടി ഒരുപാട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ടെറിസിന്റെ മുകളിൽ നിന്നുകൊണ്ട് രണ്ടുപേരും സംസാരിക്കുന്നതും ബിയർ കുടിക്കുന്നതൊക്കെ കാണുകയാണ്. അപ്പോൾ രാജുവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. രാജു പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, കാരണം അത്രയും കമ്പനി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ രാജു പറയുകയാണ്. പക്ഷെ അഞ്ജലി അതിന് തയ്യാറായില്ല. അവരുടെ സൗഹൃദം അങ്ങനെ തന്നെ തുടർന്ന് പോവുകയും രാജു അത് എത്ര തവണ വാൺ ചെയ്തിട്ടും അഞ്ജലി കേൾക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അങ്ങനെ ഇടയ്ക്ക് രാജു സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവർ രണ്ടുപേർക്കും ഇടയിൽ ഭയങ്കര ഫൈറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പേര് പറഞ്ഞുകൊണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനോട് ഭയങ്കര ഫൈറ്റാണ്. ഒടുവിൽ രാജു ഒരു കാര്യം ചെയ്തു, സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു. തൻ്റെ മകളെ എനിക്ക് വിട്ടുകിട്ടണം. ഭാര്യ ഇപ്പോൾ വേറെ ഏതെങ്കിലും കാമുകരുണ്ടോ? ഓൾറെഡി ഭാര്യയെ പറ്റി പല കംപ്ലയിൻറ്റ്സ് ഞാൻ കേൾക്കുന്നുണ്ട്, പലയിടത്ത് വെച്ച് ആണുങ്ങളായിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ്സ് ഞാൻ കേട്ടിരുന്നു. ഇപ്പോൾ ഹൗസ് ഓണറിൻ്റെ മകനുമായിട്ട് ഒരു വലിയൊരു ബന്ധം അവിടെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തൻ്റെ മകളുടെ കാര്യം എനിക്ക് സേഫ് ആകണം, അതുകൊണ്ട് മകളെ എനിക്ക് വിട്ടു നൽകണം. അങ്ങനെ ഭാര്യയുടെ അടുത്ത് നിന്ന് മകളെ എനിക്ക് വേണമെന്നൊരു പരാതി കൊടുക്കുകയാണ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് കാര്യമൊന്നുമില്ല, നിങ്ങളിത് കോംപ്രമൈസ് ചെയ്ത് പോവുക. കാരണം കുഞ്ഞാണ്, ആ കുഞ്ഞാകുമ്പോഴത്തേക്കും കുഞ്ഞിന് അച്ഛനും വേണം അമ്മയും വേണം, അതുകൊണ്ട് നിങ്ങളിങ്ങനെ വഴക്കിട്ടിരുന്നതൊക്കെ പോലീസ് പറയുകയാണ്. അങ്ങനെ പോലീസ് കോംപ്രമൈസ് ചെയ്ത് വിടുകയാണ്. ഒരു 3-4 തവണ രാജു ഇതേപോലെ പല സമയത്തായിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇപ്പോഴും കോംപ്രമൈസ് ആയി പോകുന്നുള്ളതല്ലാണ്ട് മറ്റൊന്നും തന്നെ അവിടെ നടന്നിട്ടുമില്ല. അങ്ങനെ ഇടയ്ക്ക് ഒരു ദിവസം ഈ അഞ്ജലി രാജുവിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് എന്തായാലും ഒരു ജോലിക്ക് പോകണം, കാരണം കുഞ്ഞിപ്പോൾ വളർന്ന് അത്യാവശ്യം വലുതായിട്ടുണ്ട്, കുഞ്ഞിനെ ഏതെങ്കിലും പ്ലേ സ്കൂളിലേക്ക് ആക്കാം. ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇന്നൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, കുഞ്ഞിനൊരു പ്ലേ സ്കൂളിലേക്ക് ചേർക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ കുഞ്ഞിനെ ഒരു പ്ലേ സ്കൂളിൽ ചേർത്തിട്ട് അഞ്ജലി ഒരു ഇൻ്റർവ്യൂവിന് പോവുകയും ചെയ്തു. രാജു ജോലിക്ക് പോയി. രാജു വൈകിട്ട് 5 മണിയാകുമ്പോൾ തിരികെ വീട്ടിലേക്ക് എത്തി. കുഞ്ഞുമില്ല, അഞ്ജലിയും വീട്ടിലില്ല. രാജുവിന് വീണ്ടും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. രാജു എന്ത് ചെയ്തു, നേരെ അഞ്ജലിയെ ഫോൺ വിളിക്കുകയാണ്. അഞ്ജലിയുടെ ഫോൺ വിളിച്ച സമയത്ത് അത് നമ്പർ ബ്ലോക്ക് ആണെന്ന് രാജുവിന് മനസ്സിലായി. വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി നോക്കി, വാട്സപ്പിലും ബ്ലോക്കാണ്, സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രാജുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം അഞ്ജലി എന്തിനാണ് തന്നെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്പോൾ ഓൾമോസ്റ്റ് ഇവരുടെ ബന്ധം എന്ന് പറയുന്ന ആപ്പാട് ബുദ്ധിമുട്ടായി കിടക്കുകയാണ്. അതിനിടയിൽ കുഞ്ഞിനെയും കാണാനില്ല, ഈ പറയപ്പെടുന്ന ഭാര്യയും കാണാനില്ല. അന്ന് രാത്രി ഒരു 10 മണിയായപ്പോഴത്തേക്കുമാണ് അഞ്ജലി തിരികെ വീട്ടിലേക്ക് വന്നത്. ഡൗട്ടാകാൻ ബുദ്ധിമുട്ട് തോന്നുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ രാജുവിന് സംശയം തോന്നിയിട്ട് താഴത്തുള്ള ഹൗസ് ഓണറിൻ്റെ അടുത്ത് പോയിട്ട് മകനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഈ മകനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് മകനൊരു ടൂറ് പോയി, രാവിലെ ടൂറ് പോയി എന്നാണ് വീട്ടുകാർ പറഞ്ഞത്. അപ്പോൾ ഈ ഡൗട്ട് കൂടുകയും ചെയ്തു. കുഞ്ഞിനൊരു പ്ലേ സ്കൂളിലാക്കിയിട്ടുണ്ട്, അത് ശരിയാണ്, കുഞ്ഞവിടെയുണ്ട്, പക്ഷേ ഭാര്യ എവിടേക്കാണ് പോയതെന്ന് ഒരറിവില്ല. രാത്രിയായപ്പോഴത്തേക്കാണ് തിരികെ വന്നത്. അപ്പോൾ വീണ്ടും രാജു അഞ്ജലിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ എവിടെയാണ് പോയത്, ആരുടെ അടുത്താണ് പോയത്? താഴത്ത് ആ ഒരു ഹൗസ് ഓണറിൻ്റെ മകനുണ്ടല്ലോ, അവൻ ടൂറ് പോയെന്നാണോ പറയുന്നത്, നിങ്ങളോട് എവിടെയെങ്കിലും ഒരുമിച്ച് പോയതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. കാരണം രണ്ടുപേരും ഏതാണ്ട് ഒരേ സമയത്താണ് വീട്ടിലേക്ക് തിരികെ വന്നത്. രാജു അത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ വഴക്കുണ്ടാവുകയാണ്. അഞ്ജലി എന്തിന് ബ്ലോക്ക് ചെയ്തു, എന്തിന് കോൾ എടുക്കുന്നില്ല, ഇതിനൊന്നും ആൻസർ കൊടുക്കുന്നില്ല, ഓൾറെഡി കോളും ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ വലിയ വഴക്കായി പ്രശ്നമായ, അപ്പോൾ നിരന്തരം ഇവർക്കും ഇടയിലുള്ള ആ ഒരു വഴക്ക് പിന്നീട് ഈ സംഭവം അവസാനിച്ചത് രാജു ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കുകയാണ്. കോടതിയിലേക്ക് കേസ് പോയി. കോടതിയിലേക്ക് കേസ് പോയപ്പോഴത്തേക്കും പിന്നീട് സംഭവിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. കോടതിയുടെ ആദ്യത്തെ ആ സിറ്റിങ്ങിൽ വന്ന ഒരു വിധി, അല്ലെങ്കിൽ വക്കീൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരും അവർ ഒരുമിച്ചല്ലല്ലോ ഇപ്പോൾ ജീവിക്കുക, സെപ്പറേറ്റ് ആകാൻ വേണ്ടി പോവുമല്ലേ. അപ്പോൾ ആ കുഞ്ഞിന് ഇപ്പം 3 വയസ്സാകുന്നേ ഉള്ളൂ. ആ സമയത്ത് കുഞ്ഞിന് 3 വയസ്സ് ആകുന്നേ ഉള്ളൂ. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യം അമ്മയാണ് നോക്കേണ്ടത്. അതുകൊണ്ട് 12 വയസ്സ് ആകുന്നത് വരെ കുഞ്ഞിനെ രാജുവിന് കിട്ടില്ല. രാജുവിന് കുഞ്ഞിന് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്, അത് അമ്മയുടെ കൂടെ ആയിരിക്കുമെന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം രാജുവിന് ഈ അമ്മയ്ക്കും മറ്റ് ബന്ധങ്ങളുണ്ടെന്നും തെളിയിക്കാനായിട്ട് പറ്റിയിട്ടുമില്ല. കുഞ്ഞിൻ്റെ അവകാശം അമ്മയ്ക്കാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ രാജു എന്തായാലും പിന്നീട് ഡിവോഴ്സിലേക്ക് വിട്ടില്ല. എല്ലാം സഹിച്ച് കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ തന്നെ താമസിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ കേസ് പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. കോടതിയിലേക്ക് കേസ് എത്തിയെങ്കിൽ തന്നെയും അത് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഡിവോഴ്സ് ആയതുമില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ വീണ്ടും ഒരുമിച്ച് താമസിക്കാനായിട്ട് തുടങ്ങിയാണ് ആ കുഞ്ഞിന് വേണ്ടിയിട്ട്. പക്ഷേ 2025 ഒരു ഫെബ്രുവരി മാസമായ സമയത്ത് ഒരു ദിവസം രാവിലെ ഈ കുഞ്ഞിനെയും അതേപോലെ തന്നെ അഞ്ജലിയും വീട്ടിൽ നിന്ന് കാണാതായി. രാജു രാവിലെ എണീറ്റപ്പോഴത്തേക്കും അമ്മയില്ല, കുഞ്ഞുമില്ല. ഒരുപാട് അന്വേഷിച്ചു, എവിടെ പോയാണെന്ന് മനസ്സിലായില്ല. നേരെ താഴത്തേക്ക് വന്നിട്ട് ഹൗസ് ഓണറിൻ്റെ അടുത്ത് മകനെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞത് മകനും രാവിലെ എവിടേക്കോ പോയിട്ടുണ്ട്, എവിടേക്കാണ് പോയെന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന് പറയുകയാണ്. രാജു തിരികെ വീട്ടിലെത്തിയിട്ട് ആ വീട് മുഴുവൻ നോക്കിയാണ്, മുറി മൊത്തം നോക്കിയാണ്. ഒരു ലെറ്റർ കിട്ടി. ആ ലെറ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത്,
ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോവുകയാണ്, ഇനി നിങ്ങളോട് ജീവിക്കാൻ പറ്റില്ല, ആ ഒരു രീതിയിലാണ്. കാമുകനോടെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത്. ആ കാമുകൻ മറ്റാരുമായിരുന്നില്ല, ആ ഹൗസ് ഓണറിൻ്റെ മകൻ. അത് യാദവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് പോലീസിനെ പരിചയപ്പെടുത്തിയ അഞ്ജലിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ആ യാദവ്. ആ യാദവായിരുന്നു ഹൗസ് ഓണറിൻ്റെ മകനും അല്ലാന്നുണ്ടെങ്കിൽ അഞ്ജലിയുടെ കാമുകൻ. അപ്പോൾ ഈ യാദവുമായിട്ട് എവിടേക്കാണ് പോയതെന്ന് രാജുവിന് അറിയില്ല. ഒരുപാട് അന്വേഷിച്ചു. യാദവിൻ്റെ വീട്ടുകാർക്കും അറിയില്ല എവിടേക്കാണ് പോയെന്ന്. യാദവിൻ്റെ ഫോൺ ആണെന്നുണ്ടെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫ് ആയിരുന്നു. രണ്ടുപേരും നമ്പർ പോലും മാറ്റിക്കളഞ്ഞു. ഈ 1000 കിലോമീറ്ററോളം ദൂരെയുള്ള മറ്റൊരു സംസ്ഥാനത്ത് പോയി താമസിക്കുകയാണ് രാജുവിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. രാജുവിന് പിന്നീട് ഈ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നത് പോലീസിൻ്റെ അടുത്തു നിന്നാണ്. അതും ഈ കുഞ്ഞ് മരിച്ചു എന്ന് പറയുന്ന വാർത്തയോടൊപ്പം. അതൊരിക്കലും ഒരു പിതാവിന് സഹിക്കാൻ സാധിക്കുന്നൊരു വാർത്ത അല്ലല്ലോ. അങ്ങനെ പോലീസിന് ഫുൾ ഒരു സ്റ്റോറി മനസ്സിലാവുകയാണ്. അഞ്ജലി ആരാണ് എന്താണെന്ന് പോലീസിന് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. രാജു ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. രാജുവിന് കയ്യിലുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൈമാറി. രാജു വളരെ പെട്ടെന്ന് തന്നെ രാജസ്ഥാനിൽ അല്ലെങ്കിൽ അജ്മീറിലേക്ക് എത്താനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം ഒറ്റയ്ക്കല്ല, മാതാപിതാക്കളെയും സഹോദരനെയും കൂട്ടിയിട്ടാണ് രാജു അജ്മീറിലേക്ക് വന്നത്. അപ്പോൾ ഈ രാജു അജ്മീറിലേക്ക് എത്തുന്ന സമയം വരെയും പോലീസ് അഞ്ജലിയെ കസ്റ്റഡിയിലെടുത്തില്ല. അഞ്ജലിയെ മാത്രമല്ല യാദവിനെ കസ്റ്റഡിയിൽ എടുത്തില്ല. ഒരു പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. ഒരു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ശരീരം വിട്ടുകൊടുത്തുമില്ല. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിട്ടുകൊടുത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കുഞ്ഞ് വെള്ളം കയറി ശ്വാസം മുട്ടിയിട്ടാണ് മരിച്ചിരിക്കുന്നത്. കനാലിൽ വീണിട്ടാണ് മരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് മറ്റൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ CCTV ഫുട്ടേജ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ ഏരിയകൾ മൊത്തം തന്നെ. അതായത് ആ ഒരു പാർക്കിൻ്റെ ഏരിയയിലൊക്കെ ആയിട്ട് ഒരുപാട് CCTV ഉണ്ടല്ലോ, അതിൻ്റെ ഫുട്ടേജ് പരിശോധിച്ചു. അത് വലിയ ടാസ്ക് ആയിരുന്നു. ആ ഫുട്ടേജ് പരിശോധിച്ചപ്പോഴത്തേക്കും ഒരു കാര്യം കൂടെ പോലീസിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രാത്രി 10:37 ഈ അഞ്ജലി കുഞ്ഞുമായിട്ട് റോഡിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രാത്രി 1:27 വരെ, രാത്രി 1:27 വരെയുള്ള ആ മണിക്കൂറിലും അഞ്ജലിയുടെ കൂടെ ഈ കുഞ്ഞുണ്ട്. പക്ഷേ പോലീസിന് കൊടുത്ത മൊഴി അനുസരിച്ച് 10:30 കഴിഞ്ഞ് പാർക്കിൽ നിന്ന് ഇറങ്ങുന്നു. സിറ്റി ഹോസ്പിറ്റലിനടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും കുഞ്ഞിനെ കാണാതെ എന്ന് തന്നെ അറിയുന്നു. അതായത് 11 മണിക്ക് മുന്നേ തന്നെ കുഞ്ഞ് മിസ്സിംഗ് ആയി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ രാത്രി 1:27 വരെ CCTV ഫുട്ടേജ് അനുസരിച്ച് ആ കുഞ്ഞ് അഞ്ജലിയുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പോലീസിന് കൃത്യമാണ്. അതായത് അഞ്ജലി പറയുന്നത് 100% ഒരു ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറിയാണ്, കള്ളത്തരമാണ് പറയുന്നത്. ഇനി 1:27 ശേഷം CCTV ക്യാമറ ഇല്ലാത്തൊരു ഭാഗത്തേക്ക് അഞ്ജലി പോകുന്നുണ്ട്. 1:40 വീണ്ടും അഞ്ജലിയെ CCTV ഫുട്ടേജിൽ കാണുന്നുണ്ട്. ആ സമയത്ത് അഞ്ജലിയുടെ കൂടെ കുഞ്ഞില്ല. അഞ്ജലി പോയിരിക്കുന്ന ആ ഭാഗം എന്ന് പറയുന്നത് കനാലുള്ള ആ ഒരു ഏരിയയിലേക്കാണ്. അതായത് അഞ്ജലി ആ കുഞ്ഞിനെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് CCTV ഫുട്ടേജിൽ നിന്ന് പോലീസിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ രാജു നാട്ടിലെത്തിയപ്പോഴത്തേക്കും പോലീസ് ഉദ്യോഗസ്ഥർ അഞ്ജലിയെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ആ സമയത്ത് യാദവ് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അവൻ എവിടേക്കോ കടന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു, അഞ്ജലിയോട് പറയാണ്ട് തന്നെ. അങ്ങനെ അഞ്ജലിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ട് ചോദ്യം ചെയ്തു. അഞ്ജലി ഏറ്റവും പറഞ്ഞത് കുഞ്ഞിൻ്റെ മരണത്തിൽ തനിക്ക് ഒരു പങ്കുമില്ല, തനിക്ക് ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയവും കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വീണ്ടും ചോദിക്കുകയാണ്. രാജുവിനെ പറ്റിയുള്ള കാര്യങ്ങളും ചോദിക്കുകയാണ്. അഞ്ജലി വീണ്ടും അതിനെയൊക്കെ എതിർക്കുകയാണ്. പക്ഷേ പോലീസ് രാജു പറഞ്ഞ കാര്യങ്ങൾക്കുള്ള തെളിവ്, CCTV ഫുട്ടേജിൻ്റെ തെളിവ്, ഇതെല്ലാം തന്നെ അഞ്ജലിയുടെ മുന്നിലേക്ക് എടുത്ത് വെക്കുകയാണ്. അഞ്ജലിക്ക് മനസ്സിലായി ഇനിയും താൻ എതിർത്ത് നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല, സത്യങ്ങൾ എന്തായാലും പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഒടുവിൽ ഗതിയില്ലാണ്ട് അഞ്ജലി സത്യങ്ങൾ എല്ലാം തന്നെ പോലീസിനോട് തുറന്ന് പറയുകയാണ്. ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണ്. എന്തിനാണ് ഒരു പെറ്റമ്മ ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യം ആ കുഞ്ഞിനോട് ചെയ്യുന്നത്? അതിനുള്ള അഞ്ജലിയുടെ മറുപടികൾ ഇപ്രകാരമായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ ഈ യാദവുമായിട്ട് അഞ്ജലി നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു രാജസ്ഥാനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വാടക വീടുകളുടെ താമസം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ കല്യാണം കഴിക്കാമെന്ന് ഉറപ്പിലാണ് അഞ്ജലി യാദവുമായിട്ട് ഇവിടേക്ക് അജ്മീറിലേക്ക് വരുന്നത്, താമസം ആരംഭിക്കുകയും ചെയ്യുന്നത്. യാദവിന് കല്യാണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കുഞ്ഞിന് ബുദ്ധിമുട്ടാണെന്ന് യാദവ് അഞ്ജലിയോട് തുറന്ന് പറയുകയാണ്. അപ്പോൾ അഞ്ജലിക്ക് ഈ കുഞ്ഞിനോട് വലിയ സ്നേഹമൊന്നുമില്ല. പക്ഷേ ഭർത്താവായിട്ടുള്ള രാജുവിന് ഈ കുഞ്ഞിനെ കൊടുക്കാൻ പാടില്ല എന്നൊരു ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഒരു വാശി അവർക്കുണ്ടായിരുന്നു. ആ വാശിയുടെ പുറത്താണ് അവൾ ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടിക്കൊണ്ട് വന്നത്. ആ കുഞ്ഞിനെ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഒരിക്കലും രാജുവിന് സന്തോഷം ഉണ്ടാകാൻ പാടില്ല, രാജുവിന് ആ കുഞ്ഞിനെ കിട്ടാൻ പാടില്ല. ഈ വാശിയാണ് അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ യാദവ് പറയുകയാണ്, കുഞ്ഞെനിക്കൊരു ബുദ്ധിമുട്ടാണ്, കാരണം എൻ്റെ കുഞ്ഞല്ല, അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഒഴിവാക്കിയാൽ മാത്രമേ കല്യാണം കഴിക്കാനായിട്ട് പറ്റുള്ളൂ. യാദവ് അഞ്ജലിയോട് ആവശ്യപ്പെട്ടത് സ്വന്തം പിതാവിന് തന്നെ ആ കുഞ്ഞിനെ കൊടുത്തോളൂ എന്നാണ്. പക്ഷെ അഞ്ജലി അതിന് തയ്യാറായില്ല. അഞ്ജലി മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചു, ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താം. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ എന്തായാലും രാജുവിന് കുഞ്ഞിനെ കിട്ടത്തുമില്ല, യാദവുമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുകയും ചെയ്യാം. അപ്പം അതിന് എന്താണ് ചെയ്യേണ്ടത്? ഇവള് പറയുന്നത് യാദവിനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല, യാദവിന് ഈ കാര്യം അറിയില്ല എന്നാണ് അഞ്ജലി പോലീസിനോട് മൊഴിയായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ്,
കുഞ്ഞിനെ കനാലിൽ ഉന്തിയിട്ട് കൊലപ്പെടുത്താം. പക്ഷെ അത് യാദവ് അറിയാനും പാടില്ല. അങ്ങനെ ഇരിക്കുകയാണ്. യാദവ് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് ആ രാത്രി ഒരു 9:30 മണി സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾ നേരെ ആ കുഞ്ഞുമായിട്ട് പാർക്കിൻ്റെ ഏരിയയിലേക്ക് പോകുന്നത്. അവൾ ഇതിനു മുമ്പ് ആ പാർക്കിൻ്റെ ഏരിയയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കനാലിൽ ഈ കുഞ്ഞിന് നീന്താനൊന്നും അറിയില്ല, കുഞ്ഞു കൊച്ചല്ലേ. അപ്പോൾ കനാലിൻ്റെ ഏരിയയിൽ കുഞ്ഞിനെ ഉന്തിയിട്ട് കൊലപ്പെടുത്താം. ഇതായിരുന്നു അവളുടെ മനസ്സിലുള്ള ചിന്താഗതി എന്ന് പറയുന്നത്. ഇവളുടെ പോക്കറ്റിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ഒരു ബാഗ് ഇവൾ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുമായിട്ട് നേരെ പോകുന്നു. ഏകദേശം 10:30 ആ കുഞ്ഞുമായിട്ട് പാർക്കിൽ നിന്ന് മാറിയിട്ട് ഇവൾ ഓരോ സ്ഥലങ്ങളിൽ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇവൾ ഓരോ സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കാണും. അപ്പോൾ ആൾക്കാരും നോക്കാത്ത, ആൾക്കാരും കാണാത്ത, ആരുമില്ലെന്ന് ഉറപ്പാകുന്നൊരു സമയത്ത് വേണം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ അവൾ ചിന്തിക്കുകയാണ്. അങ്ങനെ അവൾ എന്ത് ചെയ്തു? ആ കനാലിൻ്റെ ഏരിയയിലേക്ക് പോകുന്നു. പ്ലാസ്റ്റിക് കവർ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഇടുകയാണ്. ആ കുട്ടി എന്നിട്ട് കനാലിലേക്ക് ഉന്തിയിടുകയാണ്. ആ കുഞ്ഞ് സ്വാഭാവികമായിട്ട് മരണപ്പെട്ടു പോവുകയും ചെയ്യും. ആ കുഞ്ഞ് മരിച്ചു എന്ന് അത്യാവശ്യം ആഴമുള്ള സ്ഥലം നോക്കിയിട്ടാണ് അവൾ ആ കുഞ്ഞിനെ ഉന്തിയിട്ടത്. കുട്ടി മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷമാണ് അവൾ തിരികെ വന്നത്. അതാണ് കുഞ്ഞ് ഇല്ലാത്ത ആ ഒരു CCTV ഫുട്ടേജ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇതോടെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. വ്യക്തമായിട്ടുള്ള എല്ലാ എവിഡൻസോടും കൂടി തന്നെ പോലീസ് ഇവിടെ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല, ദുഷ്ടയെന്ന് വിളിച്ചാൽ കുറഞ്ഞു പോവുകയും ചെയ്യും. എന്തായാലും അഞ്ജലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ജലി പോലീസിനോട് പറയുന്നത് യാദവിന് ഈ കേസിൽ ഒരു പങ്കുമില്ല, യാദവ് ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ യാദവിനെ പോലീസ് പിന്നീട് കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഈ ഒരു കേസ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അഞ്ജലി ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. അവൾക്ക് ഇതുവരെ ശിക്ഷയൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അവൾക്ക് എന്തായാലും എത്ര ശിക്ഷ കൊടുത്താലും, തൂക്കുകയറ് കൊടുത്താലും, ഇനി ജീവപര്യന്തം കൊടുത്താലും, എന്ത് കൊടുത്താലും അതൊക്കെ കുറഞ്ഞു പോകുന്ന ശിക്ഷയാണ്. കാരണം ഒരു കുഞ്ഞിനെ ഇത്രയും ക്രൂരമായ രീതിയിൽ ഒരു അമ്മ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭർത്താവായിട്ടുള്ള വ്യക്തി അവിടെ ഉണ്ട്. അയാൾ ഈ കേസിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയാൾക്ക് ആ കുഞ്ഞിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അയാൾ ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുമായിരുന്നു. അയാളോടുള്ള വാശി, ആ കുഞ്ഞിനോടുള്ള എന്ത് ഇഷ്ടക്കേട്, കുഞ്ഞിനെ ഒഴിവാക്കിയാൽ കാമുവിനോട് സുഖിച്ച് ജീവിക്കാമെന്നുള്ള ചിന്താഗതി, ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് അഞ്ജലി എന്ന് പറയുന്ന ആ ദുഷ്ടയായിട്ടുള്ള സ്ത്രീ ഇത്രയും വലിയൊരു ക്രൂരത കാണിച്ചു കൂട്ടിയത്. വീണ്ടും ഞാൻ പറയുകയാണ്, അവൾക്ക് എത്ര ശിക്ഷ കൊടുത്താലും ആ ശിക്ഷ എല്ലാം തന്നെ കുറഞ്ഞു പോകത്തേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ സിജോ ജോൺ. See you.